ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അഥവാ IO എക്സാമിൻ്റെ ഇൻ്റർവ്യൂ വരാറായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം ഷോർട്ട് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷോർട്ട് ലിസ്റ്റിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ 69 ആളുകൾ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 90 പേര്. അങ്ങനെ ടോട്ടൽ നോക്കുന്ന സമയത്ത് 159 എന്ത് ചെയ്തിട്ടുള്ളത്, ടോട്ടൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും IO പോലൊരു എക്സാമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ട്. കാര്യം എല്ലാ ബ്രാഞ്ചസിലുള്ള ആൾക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല കോമ്പറ്റീഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ലിസ്റ്റിൽ കട്ട് ഓഫ് വന്നിരിക്കുന്നത് 55.33 ആണ്. എന്ന് വെച്ചാൽ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. 55.33 എന്ന് പറയുന്ന ഒരു കട്ട് ഓഫിലാണ് ഈ എക്സാം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ലിസ്റ്റിലുള്ള ആളുകൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഇൻ്റർവ്യൂസിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും IO എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അഥവാ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ആളുകളിൽ ഉണ്ടാവും. അതേപോലെ ഈ ഒരു ഇൻ്റർവ്യൂ ഏത് രീതിയിലായിരിക്കും വരാൻ സാധ്യത തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംശയം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അത് ഏറ്റവും എഫക്റ്റീവായിട്ട് ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫ്രീ ഇൻ്റർവ്യൂ ഗൈഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻട്രിയുടെ ഈ ഒരു ഫ്രീ ഇൻ്റർവ്യൂ ഗൈഡൻസിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. തീർച്ചയായിട്ടും ഇന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ഇതേ ദിവസം തന്നെ നമ്മുടെ ഇൻ്റർവ്യൂ ഗൈഡൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എൻട്രിയുടെ IO ഗൈഡൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. സോ ഇൻ്റർവ്യൂ ഗൈഡൻസ് ആവശ്യമുള്ള മെയിൻ ലിസ്റ്റിലും അതേപോലെ തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ള എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ഈ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സീറ്റ് ഉറപ്പുവരുത്തുക. ഈ ഒരു ഇൻ്റർവ്യൂ ഗൈഡൻസോട് കൂടി നിങ്ങൾക്ക് നല്ലൊരു മാർക്ക്, അതായത് നമ്മുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇൻ്റർവ്യൂവിൽ നമ്മുടെ മാർക്ക് പിന്നോട്ട് പോകും. അത് റാങ്ക് ലിസ്റ്റിൽ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിലേക്ക് തന്നെ വരണമെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിലെ മാർക്ക് വളരെ ക്രൂഷ്യൽ ആയിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യുക, തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെ എഫക്റ്റീവായിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ എൻട്രിയുടെ IO ഗൈഡൻസിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.